പിന്നെ ജോസഫ് അഗസ്റ്റിൻ അതിഥികളൊക്കെ തേടി ഇങ്ങനെ നടക്കുകയാണ്. സൂര്യഗായത്രി ഒരു അതിഥിയോടെ കാത്തിരിക്കുന്നുണ്ട്. സൂര്യഗായത്രി, ആരാണ് ഇപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നത്? അറബിക് പദ്യപാരായണത്തിൽ എ ഗ്രേഡ് നേടിയ മിടുക്കനാണ് എന്നോടൊപ്പമുള്ളത്. 63ാം സംസ്ഥാന കലോത്സവത്തിൽ മകൻ എ ഗ്രേഡ് നേടിയെങ്കിൽ ഉമ്മ സംസ്ഥാന കലോത്സവത്തിലെ മറ്റൊരു താരമായിരുന്നു എന്നുള്ളതാണ്. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എ ഗ്രേഡ് നേടി. പക്ഷേ എ ഗ്രേഡ് നേടി, സന്തോഷമുണ്ട്. ആരാ ഈ പദ്യം ചൊല്ലൽ പഠിപ്പിച്ചതാരാ? എൻ്റെ സ്കൂളിലെ അറബിക് ടീച്ചറായ സുബൈദ ടീച്ചർ എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും അറബിക് ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ്സ് പഠിപ്പിക്കുക. എല്ലാ ദിവസവും പ്രാക്ടീസ്. അത് എൻ്റെ ക്ലാസ് എടുക്കും. ഞാൻ ഡെയിലി പ്രാക്ടീസ് ആക്കിയാൽ. പേര് നാസിം. ഏത് ജില്ലയാ? കാസർഗോഡ്. കാസർഗോഡ് ഇപ്പോൾ 63ാമത് സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി മിടുക്കനായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ എവിടേക്ക് വരണം? എത്രാമത്തെ സംസ്ഥാന കലോത്സവത്തിലായിരുന്നു താരമായി? 2002. ഏതായിരുന്നു? ഞാൻ അറബിക് പദ്യം, ഉറുദു പദ്യം രണ്ടും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എ ഗ്രേഡ്? അത് എ ഗ്രേഡ്. അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഉമ്മച്ചി ഇടപെടാറുണ്ടോ? അവൻ്റെ അറബിക് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ ഫുൾ സപ്പോർട്ടും അവിടെയുണ്ട്. ഈ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ ആ 2002 ഓർമ്മകൾ വീണ്ടും പൊടുതട്ടി എടുത്തിട്ടുണ്ട്. അതെ. ഇപ്പോൾ അവിടെ ഒപ്പന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കലോത്സവത്തിൽ ഒപ്പനൊക്കെ മത്സരിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കാണാൻ പഴയ ഒപ്പന ഓർമ്മകളൊക്കെ പഴയ ഒപ്പന ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ മൊഞ്ചത്തിമാരൊക്കെ ചൂടിൽ ഭയങ്കര വിയർത്ത് കുളിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അന്നത്തെ ഓർമ്മ എങ്ങനെ? ഞങ്ങൾ അതെ ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് രാത്രി 2-3 മണി വരെ ഇവിടെ നിന്നതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഒരു എ ഗ്രേഡ് നേടിയ അറബിക് പദ്യപാരായണം കേരള വിഷന് വേണ്ടി പാടില്ലേ? മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇലു മുത്തഫാഇലുൻ മുത്തഫാഇലുൻ മുത്തഫാഇലു മത്വറുൻ ഗസീറുൻ ഫീ മനാതിഖി കൈരലഹ أحزاننا عن أهلها المقتلعين دفن الورى بالثرى وكانوا نائمين وبكاؤهم لم يرفعوا إلا الأنين. മകൻ പാടി, ഉമ്മച്ചിയുടെ പാട്ടുകൂടി ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. ചെറിയൊരു 2 വരി വേണ്ട, പാടില്ല. ഓക്കെ, 2 പേരും കൂടി ചേർന്ന് പാടുന്നില്ല. ഓക്കെ, ഒരു സിനിമാ പാട്ട്, വേറെ പാട്ടുകൾ ഏതെങ്കിലും പാടാറുണ്ടോ? മാപ്പിളപ്പാട്ട് പാടാറുണ്ട്. ഒരു പാട്ട് പാടാം. ചുങ്കിൽ തികവുടെ അഹ്മദൻ നബിയുടെ മദീനീശ കൂളൽകൾ തണ്ടാനം റിങ്കിൽ മികേന്തുള്ള സുവർഗത്തിൻ ഹൂരുകൾ തൻ്റെ പരിശങ്കുമശിരിയുടെ മാനം മുരശലിനാരുശന്തൻ മറുപാതിച്ചമൈന്തുള്ളോർ പിരിശത്തിൻ നീലവൻ പൊന്താരം മരുമകൾ ഫീറൈന്തുള്ള മരദാക കനികളെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നെണ്ടവരാം മദിനബി അവരുടെ മണവികളുണ്ടും മതിരക പതിയതിലമിരൊളി മുന്തും പേശാം മീമാം ചീമാം ഗുണമേന്മാ ബദിരണി മധുരിത ഗാനം ബദിരണി മധുരിത ഗാനം. അടിപൊളിയായിരുന്നു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല, ജില്ലയിൽ നിന്ന് ഉറുദു പദ്യം ഉണ്ടായിരുന്നു. ഉറുദു പദ്യം സെക്കൻഡ് കിട്ടി. അറബിക്കിന് മാത്രമേ കിട്ടിയ 2 ഐറ്റത്തിന് ഞാൻ സബ് ജില്ലയിലാണ്. ജില്ല വരെ ഉറുദു, അതിൻ്റെ ശേഷം അറബിക്ക്. കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് വന്ന് തലസ്ഥാനത്ത് എത്തി എ ഗ്രേഡോട് കൂടിയാണ് മടങ്ങുന്നത്. സന്തോഷം. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പൊളിക്കണം. ഇനി നമുക്ക് പല വേദികളും ഇതുപോലെ പ്രൈസ് വാങ്ങേണ്ടതാണ്. ശരി, താങ്ക് യു.
നമ്മുടെ കാസർഗോഡ് നിന്ന് എത്തിയവരാണ്. അവരെത്തി, മത്സരം കഴിഞ്ഞു. എ ഗ്രേഡ് ആണ്. ഉമ്മ 2002 താരമായിരുന്നു, കലോത്സവത്തിലെ താരമായിരുന്നു. ഇപ്പോൾ പാട്ട് പാടുന്നില്ല എന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുപോലെ നിരവധി കലാപ്രതിഭകൾ, അത് മത്സരിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇത്തരത്തിൽ കലാവാസനയുള്ളവരാണ്. പഴയ കലോത്സവത്തിലെ മിന്നും താരങ്ങളായിരുന്നു. വീണ്ടും ഈ കലോത്സവ വേദിയിലേക്ക് മക്കളെയും കൊണ്ടുവരുമ്പോൾ പഴയ കലോത്സവ ഓർമ്മകൾ അവർക്ക് അയവർക്കാനുള്ള ഒരു സമയം കൂടിയാണ് കിട്ടുന്നത്. ഈ ഒപ്പനയൊക്കെ കാണുമ്പോൾ പണ്ട് അല്ലെങ്കിൽ ആ 2022 കലോത്സവ ഓർമ്മകളൊക്കെ വീണ്ടും വരുന്നു, ഇങ്ങനെ ഓർമ്മകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ നിരവധി പേരാണ് നമുക്ക് ചുറ്റും ഇങ്ങനെ കടന്നു പോകുന്നത്. ഈ വേദിയിലെ ഓരോ ചുവരിനും അല്ലെങ്കിൽ ഓരോ മൺതരിക്ക് പോലും കലയുടെ ഒരു അംശം ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് കലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാസനയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു കഥ അവർക്ക് എല്ലാവർക്കും പറയാനുണ്ട് എന്നുള്ളത് കൂടി ഈ കലോത്സവ നഗരിയിലെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്.